വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാഫ് സബ്ട്രാക്ടർ യൂസിങ് ബേസിക് ഗേറ്റ്സ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹാഫ് സബ്ട്രാക്ടർ നമുക്ക് ബേസിക് ഗേറ്റ്സും യൂണിവേഴ്സൽ ഗേറ്റും വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ ബേസിക് ഗേറ്റ്സ് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. അതിനായിട്ട് ട്രൂത്ത് ടേബിൾ വേണം. നമുക്കറിയാം ഹാഫ് സബ്ട്രാക്ടർ ആകുമ്പോൾ 2 ഇൻപുട്ടായിരിക്കും ഉണ്ടാവുക. അതിന് എ എന്നും ബി എന്നും പറഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഡിഫറൻസ് എന്നുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ടാകും. ബോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പം 2 ഇൻപുട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന കോമ്പിനേഷൻസ് നമ്മൾ 0 0 0 1 1 0 1 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻപുട്ട് കോളത്തിനകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ് ഡിഫറൻസും ബോറോയും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എ മൈനസ് ബി ആണ് ചെയ്യുന്നത്. 0യിൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 0യും ബോറോ 0 ആണ് കിട്ടുന്നത്. 0യിൽ നിന്ന് 1 നമുക്ക് മൈനസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. 0 - 1 ചെയ്യാൻ പറ്റാത്ത കാരണം ഒരു ബോറോ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1 ബോറോ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 0 എന്ന് എ കിട്ടും. ബി 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബോറോ 1 യൂസ് ചെയ്തത് കാരണം 1 കൊടുത്തിട്ടുണ്ട്. 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളൊരു ബോറോ ചെയ്തത്. സോ 1 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് 1ഉം ബോറോ 1ഉം കിട്ടിയിട്ടുണ്ട്. ഇനി 1 - 0 ചെയ്യുമ്പോഴേക്കും ഡിഫറൻസ് 1ഉം അവിടെ ബോറോ യൂസ് ചെയ്യുന്നില്ല. സോ ബോറോ 0 ആണ് കിട്ടുന്നത്. 1 - 1 ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് 0 ബോറോ 0 കിട്ടുന്നുണ്ട്. ഇനി എന്താണ് നമ്മൾ നോക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഡിഫറൻസ് നമുക്ക് 1 കിട്ടിയെന്ന് നോക്കാം. എ ബാർ ബി എന്നുള്ള കണ്ടീഷൻ അല്ലേ, എ 0 ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എ ബാറിൽ നിന്ന് എടുക്കുന്നത്. എ ബാർ ബിയിലും എ ബി ബാറിലുമാണ് നമുക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ബാക്കി 2 കണ്ടീഷൻസിലും 0 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം, എ ബാർ ബി പ്ലസ് എ ബി ബാറിലാണ് നമുക്ക് 1 കിട്ടിയിരിക്കുന്നത്. സോ എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് എഴുതുന്നു. അത് എന്തിന് ഇക്വലൻ്റ് ആണ്, എ എക്സ് ഓർ ബിക്ക് ഇക്വലൻ്റ് ആണ്. സോ ഇനി ബോറോ എപ്പോഴാണ് നമുക്ക് 1 കിട്ടിയിരിക്കുന്നത്, എ ബാർ ബി എന്നുള്ള കണ്ടീഷനിൽ എ 0യും ബി 1ഉം ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ബോറോ 1 കിട്ടിയിരിക്കുന്നത്. സോ ബോറോ എ ബാർ ബി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എത്തിയിട്ടുണ്ട്. എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് സർക്യൂട്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. എ എക്സ് ഓർ ബി കിട്ടാനായിട്ട് നമ്മൾ ഒരു എക്സ് ഓർ ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എ ബാർ ബി വേണം. എയെ എടുത്തിട്ട് ഒരു നോട്ട് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ ബാറ് കിട്ടും. ഇനി നമ്മൾ ബി എന്നുള്ള ഇൻപുട്ട് എടുക്കുന്നു. എ ബാറും ബിയും കൂടി ഒരു ആൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ ബാർ ബി എന്ന് കിട്ടും. സോ നമ്മുടെ ബോറോ ഔട്ട്പുട്ടും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ടാണ് ഒരു ഹാഫ് സബ്ട്രാക്ടറിൻ്റെ ഫിഗർ വരയ്ക്കാൻ പറ്റുക. അത് ട്രൂത്ത് ടേബിൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നു, അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇനി 7486 ആണ് എക്സോർ ഗേറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ 7404 ആണ് നോട്ട് ഗേറ്റ് ഐ സിയുടെ നമ്പർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ 7408 ആണ് ആൻഡ് ഗേറ്റ് ഐ സിയുടെ നമ്പർ. സോ 3 ഐ സി യൂസ് ചെയ്താലായിരിക്കും നമുക്ക് ഈ സർക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ പിൻ ഔട്ട് ഡയഗ്രാം എടുക്കുന്നു. ഒരു എക്സോർ ഗേറ്റിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഒരു എക്സോർ ഐ സിക്കകത്ത് നമുക്ക് 4 എക്സോർ ഗേറ്റുകളായിരിക്കും കാണാൻ പറ്റുക. അതിലുള്ള ഒരു ഗേറ്റ് മാത്രമേ നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ളൂ. ഒരു എക്സോർ ഗേറ്റ് മാത്രമേ നമ്മുടെ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഏത് ഗേറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഗേറ്റ് എടുത്തിരിക്കുന്ന കാരണം 1ഉം 2ഉം ഇൻപുട്ട് 3 ഔട്ടെന്ന് മാർക്ക് ചെയ്തു. ഇനി നോട്ട് ഗേറ്റിൻ്റെ ഐ സി 7404 നോക്കിയേ, അതിനകത്ത് നമുക്ക് 6 ഗേറ്റാണ് കാണാൻ പറ്റുക. അതിൽ നിന്ന് ഒരൊറ്റ ഗേറ്റിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഏത് ഗേറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഗേറ്റ് എടുത്തു. ഫസ്റ്റ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ 1 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ് വരുന്നത്. ഇനി നമുക്ക് ആര് വേണം, ആൻഡ് ഗേറ്റ്. 7408 ആണ് ആൻഡ് ഗേറ്റിൻ്റെ ഐ സി എന്ന് പറയുന്നത്. അതിനകത്ത് 4 ഗേറ്റ് കാണാൻ പറ്റും. അതിൽ നിന്ന് ഒരൊറ്റ ഗേറ്റേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഫസ്റ്റ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ 1 2 ഇൻപുട്ട് 3 ഔട്ടായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. പിൻ നമ്പർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണക്ഷൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അത് നമ്മൾ നേരത്തുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ച് സർക്യൂട്ട് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിൻ നമ്പർ മാർക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് സർക്യൂട്ട് വയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു ബ്രെഡ് ബോർഡ് എടുക്കുകയാണ്. അതിനകത്ത് നമുക്ക് എന്താണ് ഈ യൂസ് ചെയ്തേക്കുന്ന 3 ഐ സി പ്ലേസ് ചെയ്യണം. നമുക്ക് 7486 ആദ്യം പ്ലേസ് ചെയ്യാം. അപ്പോൾ ഐ സി പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ സിയുടെ നോട്ട്സ് നോക്കിയിട്ട് ചെയ്യുക. ഇനി സെക്കൻഡായിട്ട് 7404 ഐ സി ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്.
ഓക്കെ, 7404 നോട്ട് ഗേറ്റിൻ്റെ IC നമ്മൾ നോക്കിയിട്ട് കണക്ട് ചെയ്യുക. പിന്നൊക്കെ ബെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കണക്ട് ചെയ്യുക. കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ പിന്നൊക്കെ എന്താണ് പ്രോപ്പറായിട്ട് ഇരുന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ എന്താണ് 7408 IC പ്ലേസ് ചെയ്യാണ്. അത് ആൻഡ് ഗേറ്റിൻ്റെ IC ആണ്. ഈ ഒരു സിംഗിൾ ICക്കകത്തുമുള്ള ഗേറ്റിൻ്റെ നമ്പേഴ്സാണ് നമ്മൾ പിന്നൗട്ട് ഡയഗ്രത്തിൽ കണ്ടത്. ഈ 3 ICന്നും നമുക്ക് ഓരോ ഗേറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗേറ്റിൻ്റെ നമ്പറാണ് നമ്മൾ ഫിഗറിനകത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 3 IC നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം തന്നെ എന്താണ് ICയുടെ VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്യാം. ഈ ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സിനെല്ലാം 7th പിന്നാണ് ഗ്രൗണ്ട് എന്ന് നമ്മൾ പിന്നൗട്ട് ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 2 ICയുടെ 7th പിന്ന് ഷോർട്ട് ചെയ്യുന്നു. അതിൽ നിന്നും അടുത്ത ICയുടെ 7th പിന്ന് നമ്മൾ ഷോർട്ട് ചെയ്യുകയാണ്. ഇനി ഇതിലേതെങ്കിലും ഒരു പിന്നിൽ നമുക്ക് ഗ്രൗണ്ട് കണക്ഷൻ കൊടുത്താൽ 3 ICക്കും ആ ഒരു കണക്ഷൻ കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് ഈസിയസ്റ്റ് മെത്തേഡ്. ഇനി എന്താണ് 14th പിന്നുകൾ. 14th പിന്നാണ് VCC എന്ന് പറയുന്നത്. ഈ എല്ലാ ICക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈ യൂസ് ചെയ്തേക്കുന്ന 3 ICക്കും പിന്നൗട്ട് ഡയഗ്രം നോക്കുവാണെങ്കിൽ 14th പിന്നാണ് VCC ആയിട്ട് വരിക. എല്ലാത്തിൻ്റെയും 14th പിന്നുകൾ നമ്മൾ ഷോർട്ട് ചെയ്ത് വയ്ക്കുന്നു. ഏതെങ്കിലും ഒരു ICക്കകത്ത് നമ്മൾ VCC +5 വോൾട്ട് കൊടുക്കുവാണെങ്കിൽ 3 IC വർക്ക് ചെയ്തോളും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നോക്കിയാൽ 2 ഇൻപുട്ടാണ് നമുക്കുള്ളത്, എയും ബിയും എന്നുള്ള ഇൻപുട്ട്. അത് നമ്മളെവിടെ കൊടുക്കുന്നുണ്ട്, XOR ഗേറ്റിൽ ഫസ്റ്റിലും സെക്കൻഡ് പിന്നിലുമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കിറ്റിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ളതാണ് ഇൻപുട്ട്. അത് നമുക്ക് ഫൈനലി കണക്ഷൻസൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഇനി എന്താണ് ഇതിനകത്തുള്ള ഇൻറ്റേർണലായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. XOR ഗേറ്റിന് എയും ബിയും ഇൻപുട്ട് നമുക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ XOR ഗേറ്റിൻ്റെ ഫസ്റ്റ് പിൻ എങ്ങോട്ട് പോകുന്നുണ്ട്, നോട്ട് ഗേറ്റിൻ്റെ 1ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. XORൻ്റെ ഫസ്റ്റ് പിന്നും നോട്ട് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ചെയ്തു. ഇനി എന്താണ് XORൻ്റെ സെക്കൻഡ് പിന്നും ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നും തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം. XORൻ്റെ സെക്കൻഡ് പിന്നാണ്. XORൻ്റെ സെക്കൻഡ് പിന്നിൽ നിന്ന് ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിലേക്കാണ് പോകുന്നത്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3rd പ്ലേസ് ചെയ്തേക്കുന്ന IC ആണ്. നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, XORൻ്റെ 2ഉം ആൻഡിൻ്റെ 2ഉം കണക്ട് ചെയ്തു. ഇനി നോട്ട് ഗേറ്റിൻ്റെ 2ഉം ആൻഡ് ഗേറ്റിൻ്റെ 1ഉം തമ്മിലുള്ള ഒരു കണക്ഷനുണ്ട്. നമുക്കറിയാം നോട്ട് ഗേറ്റ് സെക്കൻഡ് ഇരിക്കുന്ന IC ആൻഡ് ഗേറ്റ് 3rd ഇരിക്കുന്ന IC ആണ്. സെക്കൻഡ് ഇരിക്കുന്ന ICയുടെ സെക്കൻഡ് പിന്നിൽ നിന്നും ഒരു കണക്ഷൻ എങ്ങോട്ട് പോകുന്നു, 3rd ഇരിക്കുന്ന ICയുടെ ഫസ്റ്റ് പിന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഒരു കണക്ഷൻസ് ബ്രെഡ് ബോർഡിൽ ഇത്രയും നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഈ കണക്ഷൻ ഇനി നമുക്ക് എന്താണ് 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും കണക്ട് ചെയ്യണം. അതെവിടെ നിന്ന് നമ്മൾ കണക്ട് ചെയ്യും, ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ VCC ഗ്രൗണ്ടും കൊടുക്കണം. ഇപ്പം ഞാൻ ഓൾറെഡി 2 ഇൻപുട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ബ്ലാക്ക് പോർട്ടുകളാണ് ഇൻപുട്ടുകളെന്ന് നമുക്കറിയാം. ഏതെങ്കിലും 2 ഇൻപുട്ട്. ഓക്കെ, 2 പിന്നുകൾ എടുക്കുക. അതിൽ നമ്മൾ A എന്നുള്ള ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, B എന്നുള്ള ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് 2 ഔട്ട്പുട്ട് ആവശ്യമുണ്ട്. ഒന്ന് ഡിഫറൻസും ഒന്ന് ബോറോയുമാണ്. ആ ഇരിക്കുന്ന റെഡ് പോർട്ടുകളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് 2 ഇതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് VCC ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള കുറേ പോർട്ടുകൾ കാണാൻ പറ്റും. നമുക്കിതിൽ ആവശ്യമുള്ളിടത്തുനിന്ന് VCC നമുക്ക് ഏത് പിന്നിൽ നിന്ന് എടുത്താലും മതി. VCC എത്രയാണ്, +5 വോൾട്ട് DC ആണ് IC വർക്ക് ചെയ്യാനായിട്ട് ആവശ്യം. അത് നമ്മൾ കിറ്റിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, എയും ബിയും ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ് കൊടുക്കേണ്ടത്, ഫസ്റ്റ് A എന്നുള്ള ഇൻപുട്ട് XOR ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. XORൻ്റെ ഫസ്റ്റ് പിന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നു A എന്നുള്ള. ഇനി B എന്നുള്ള ഇൻപുട്ട് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്, അത് XORൻ്റെ സെക്കൻഡ് പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്. XORൻ്റെ സെക്കൻഡ് പിന്നിലേക്ക് നമ്മൾ B എന്നുള്ള ഇൻപുട്ട് നോക്കി കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഇൻപുട്ട് ആയിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് 2 ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. എവിടെയൊക്കെയാണ് ഔട്ട്പുട്ട് കണക്ട് ചെയ്യേണ്ടത്, ഒരെണ്ണം XORൻ്റെ 3rd പിന്നിലും ഒരെണ്ണം ആൻഡ് ഗേറ്റിൻ്റെ 3rd പിന്നിലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഡിഫറൻസിൻ്റെ ഔട്ട്പുട്ട്, ഡിഫറൻസ് എന്നുള്ള ഔട്ട്പുട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്തിട്ട് അത് എവിടെ കൊടുക്കുവാണ്, XORൻ്റെ 3rd പിന്നിൽ കണക്ട് ചെയ്യുവാണ്. XORൻ്റെ 3rd പിന്നിൽ
ഡിഫറൻസിൻ്റെ ഔട്ട്പുട്ട് കണക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്, നമുക്ക് ബോറോ എന്നുള്ള ഔട്ട്പുട്ടുണ്ട്. ബോറോ നമുക്ക് എങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഗേറ്റിൻ്റെ തേർഡ് പിന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബോറോയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഒരാളെ കണക്ട് ചെയ്യാനുണ്ട്. ആരെയാണ്? VCC ഗ്രൗണ്ട് കണക്ഷനും കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ ചെയ്തിട്ടുണ്ട്, VCC ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഗ്രൗണ്ട് എവിടെയാണ്? 7th പിന്നിൽ. നമ്മൾ ഓൾറെഡി 3 ICയുടെ 7th പിന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ICയുടെ 7th പിന്നിൽ ഈ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ 3 ICക്കും കിട്ടിക്കോളും. അതുപോലെ തന്നെ 14th പിന്നിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? VCC കണക്ട് ചെയ്യുന്നത്. 3 ICക്കും VCC ആവശ്യമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഓൾറെഡി അത് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് നോക്കുന്നതെന്ന് നോക്കാം. 2 ഇൻപുട്ടും 0 എയും ബിയും 0 ആയിരിക്കുന്ന കണ്ടീഷനിൽ ഡിഫറൻസും ബോറോയും നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് പറഞ്ഞു? 0 ആണ് കിട്ടുന്നതെന്ന് നമ്മൾ ട്രൂത്ത് ടേബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ എയും ബിയും കൊടുത്തു. ഇനി എന്താണ്? A0 B1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഔട്ട് കിട്ടേണ്ടത്? ഡിഫറൻസും ബോറോയും 1 ആണ് കിട്ടേണ്ടത്. നോക്കൂ, 2 LED നമുക്ക് ഓണായി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് കണ്ടീഷൻ എന്താണ്? 0 1. 0 1ൽ 1 വന്നിട്ടുണ്ട്. ഇനി 1 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? ഡിഫറൻസ് മാത്രം 1 കിട്ടുന്നുണ്ട്. ബോറോ 0 കിട്ടുന്നുണ്ട് അല്ലേ? 1 0 എന്ന് കിട്ടുന്നുണ്ട്. ഇനി 1 1 കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 2 ഔട്ട്പുട്ടും ഡിഫറൻസും ബോറോയും 0 എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് നോക്കുന്നത്. കണക്ഷൻ കഴിഞ്ഞു. 0 0ൽ 0 0 1ൽ 1 കിട്ടിയിട്ടുണ്ട്. ഇനി 1 0ൽ നമുക്ക് 1 0 എന്ന് കിട്ടിയിട്ടുണ്ട്. 1 1ൽ 2 ഔട്ട്പുട്ടും 0 എന്നാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ട്രൂത്ത് ടേബിൾ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.